നിയമങ്ങളാണ് പറഞ്ഞത്. ഇന്ന് 70-ാമത്തെ ആയത്ത്, അതും 71 അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ 2 ആയത്തുകളിലായി നമ്മൾ പഠിച്ചത് ബനു ഇസ്രായേൽ വിഭാഗം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയോട് പശുവിനെക്കുറിച്ച് അതിൻ്റെ ഏത് തരത്തിലുള്ള പശുവാണ് അറുക്കുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിക്കുകയും ആദ്യം അതിൻ്റെ പ്രായത്തെക്കുറിച്ച് പറയുകയും രണ്ടാമത്തെ ആയത്തിൽ അതിൻ്റെ നിറത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചതായിരുന്നു. പക്ഷേ ആ പശു എപ്രകാരമുള്ളതാണ് എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവർ ചോദിക്കുകയാണ്. സ്വാഭാവികമായും അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടിയുള്ള ഇത്തരം ചോദ്യങ്ങൾ ഇനി വീണ്ടും അവര് ആ പശുവിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരായത്താണ് അടുത്തത്. أعوذ بالله من الشيطان الرجيم قالوا ادع لنا ربك يبين لنا ما هي إن البقرة شابه علينا وإنا إن شاء الله لمهتدون. قالوا ادع لنا ربك يبين لنا ما هي إن البقرة شابه علينا وإنا إن شاء الله لمهتدون. ഇതിനു മുമ്പുള്ള 2 ആയത്തുകളിലും പറയപ്പെട്ടതുപോലെ قالوا ادع لنا ربك يبين لنا قالوا ادع لنا ربك يبين لنا قالوا അവർ പറഞ്ഞു ഉദ്ഉ ലനാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക റബ്ബക താങ്കളുടെ റബ്ബിനോട് യുബയ്യിൻ ലനാ അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ മാഹിയ അതെന്താണെന്ന് ഇന്നൽ ബഖറ നിശ്ചയമായും പശു തശാബഹ അലൈന തശാബഹ പരസ്പരം സാദൃശ്യമായി തിരിച്ചറിയാതായിരിക്കുന്നു അലൈന ഞങ്ങൾക്ക് വ ഇന്ന നിശ്ചയമായും ഞങ്ങൾ ഇൻഷാ അല്ലാഹു ഉദ്ദേശിച്ചാൽ ലമുഹ്തദൂൻ നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെ. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഖാലു അവർ പറഞ്ഞു ഉദ്ഉ ലനാ റബ്ബക നിന്റെ രക്ഷിതാവിനോട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യുബയ്യിൻ ലനാ മാ ഹിയ അവൻ ഞങ്ങൾക്ക് അതെന്താണെന്ന് വിവരിച്ചു തരട്ടെ ഇന്നൽ ബഖറ തശാബഹ അലൈന കാരണം
നിശ്ചയമായും പരസ്പര സാദൃശ്യത നിമിത്തം പശു ഏതെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാതായിരിക്കുന്നു. വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, ഞങ്ങൾ അല്ലാഹു ഉദ്ദേശിച്ചാൽ നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെയായിരിക്കും. അപ്പോൾ അവർ വീണ്ടും പറയാണ് ഖാലു, ഖാലു അവർ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഖാലു ഉദ്ഉ ലനാ, ഖാലു ഉദ്ഉ ലനാ, ഖാലു അവർ പറഞ്ഞു. ഫിഅൽ മാദി مبني على الضم، لا فعل ماضي مبني على الضم. واو الجماعة ضمير مبني على السكون في محل رفع فاعل. قالوا പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. മാത്രമല്ല ഇതിന്റെ മുമ്പുള്ള ഒരുപാട് ആയത്തുകളിൽ വന്നതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഉദ്ഉ ദഅ യദ്ഉ ഉദ്ഉ കൽപ്പനയാണ്, ഫിഅൽ അംർ അല്ലേ, മബ്നിയുൻ അലാ ഹദ്ഫി ഹർഫിൽ ഇല്ല അല്ലേ, ഇല്ലത്തിന്റെ ഹർഫിനെ ഹദ്ഫ് ചെയ്തുകൊണ്ട് ഉള്ള ഫിഅൽ അംർ, അതിൽ മബ്നിയായിട്ടുള്ള ഫിഅൽ അംർ. ലനാ ഞങ്ങൾക്ക്, അവിടെ ലാം എന്താണ്? ലാമ് ലി ഹർഫ് ജറാകുന്നു. ലനാ അവിടെ നൂന്, ലനാ എന്നത് ളമീർ മബ്നിൻ അല സുകൂൻ ഫി മഹല്ല് ജർ അല്ലേ, ജറിന്റെ സ്ഥാനത്ത് വരുന്ന ളമീറാണ് നാ എന്നത്. കാരണം ളമീർ അത് ജറിന്റെ സ്ഥാനത്ത് വരാനുള്ള കാരണം ഇസ്മ മജ്റൂർ ആയതുകൊണ്ട് അല്ലേ, ഇസ്മ മജ്റൂർ ആയതുകൊണ്ടാണ്. ഖാലു ദുഉ ലനാ റബ്ബക, റബ്ബക നിന്റെ രക്ഷിതാവിനോട്, റബ്ബക മഫ്ഊൽ ബിഹി അല്ലേ, റബ്ബ മഫ്ഊൽ മൻസൂബ, മഫ്ഊൽ പിന്നെ കാഫ് റബ്ബക എന്നത് ളമീർ മബ്നിൻ അലൽ ഫത്ഹി ഫി മഹല്ല് ജർ മുളാഫ് ഇലൈഹി. യുബയ്യിൻ ലനാ, യുബയ്യിൻ, യുബയ്യിൻ വീണ്ടും അത് ഫിഅൽ മുളാരിയാണ്, മജ്സൂമാണ്. കാരണം മജ്സൂം ജവാബ് തലബ് അല്ലേ. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ, മാ ഹിയ, മാ ഹിയ, മാ എന്നത് ഇസ്മ ഇസ്തിഫ്ഹാം അല്ലേ, മാ എന്നത് ഇസ്മ ഇസ്തിഫ്ഹാം ആകുന്നു. ഹിയ ഹിയ എന്നത് ഇവിടെ മാ എന്നത് ഇസ്മ ഇസ്തിഫ്ഹാമാണ്, മബ്നിയൻ അലൽ സുകൂൻ അല്ലേ, മബ്നിയൻ അലൽ സുകൂൻ ഫി മഹല്ല് റഫ്ഇ മുബ്തദ ആയിട്ടാണ് വരുന്നത്. അതിന് മുമ്പത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഹിയ എന്നത് അതിന്റെ ഖബറായിട്ട് വരുന്നു. ഹിയ വമീറാണ് മുൻഫസിൽ, വമീർ മുൻഫസിലാണ്, മബ്നിയൻ അലൽ ഫത്ഹി അല്ലേ, മബ്നിയൻ അലൽ ഫത്ഹി ഫി മഹല്ല് റഫ്ഇ, അതിന്റെ ഖബറായിട്ടാണ് വരുന്നത്. പിന്നെ ഇന്നൽ ബഖറ, ഇന്ന ഇന്ന എന്നത് തീർച്ചയായും ഹർഫ് തൗക്കീദ് വ നസ്ബ് അല്ലേ, ഹർഫ് തൗക്കീദ് വ നസ്ബ്. പിന്നെ അൽ ബഖറ,
ഇന്നൽ ബഖറ തീർച്ചയായും പശു. നമ്മുടെ ഇതിനു മുമ്പുള്ള ആയത്തുകളിലൊക്കെ ബഖറത്ത് എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ബഖറ എന്നാണ് പറയുന്നത്. ബഖറത്തും ബഖറും തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ ബഖർ അത് പൊതുവായി പറഞ്ഞതാണ്. ബഖറത്ത് പശു എന്ന അർത്ഥത്തിൽ മുഅന്നസായി വരുന്ന ബഖറത്താണ്. എന്നാൽ പിന്നീട് അത് പൊതുവായ ഇവിടെ അത് പൊതുവായ അർത്ഥത്തിലാണ് ബഖറ എന്ന് ഉപയോഗിക്കുന്നത്. അതായത് പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്നത് അത് പൊതുവായ അർത്ഥത്തിലാണ്. ബഖറ, ഇന്നൽ ബഖറ, അൽ ബഖറ എന്ന് പറയുമ്പോൾ തഅനീസിന്റെ താ ഒഴിവാക്കിക്കൊണ്ട് ബഖറ എന്ന പുല്ലിംഗ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. പുല്ലിംഗ രൂപത്തിലാണെങ്കിലും അതിന്റെ മാന യഥാർത്ഥത്തിൽ സ്ത്രീലിംഗത്തിലേക്ക് തന്നെയാണ്, പശു എന്ന അർത്ഥത്തിൽ തന്നെയാണ് അത് വരുന്നത്. അത് പൊതുവായി ഉപയോഗിക്കപ്പെടുന്ന പദം എന്ന നിലക്കാണ് ബഖറ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നൽ ബഖറ. മറ്റൊരഭിപ്രായമുള്ളത് പൊതുവിൽ ആ പശു എന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു പശു എന്ന അർത്ഥത്തിലല്ല, അതിന്റെ ഒരു ജംഅ് എന്ന അർത്ഥത്തിൽ ബഖറ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നൽ ബഖറ ഏതായിരുന്നാലും അൽ ബഖറ എന്ന് പറയുമ്പോൾ അത് മൻസൂബാണ്. കാരണം ഇന്നയുടെ ഇസ്മായതുകൊണ്ട് അത് മൻസൂബാണ്. ഇന്നൽ ബഖറ. അപ്പോൾ ഇവിടെ താന്റെ തഅനീസ് ഇല്ല, അതുകൊണ്ട് അത് മുദക്കറിന്റെ രൂപത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നൽ ബഖറ, തീർച്ചയായും പശു. തശാബഹ അലൈന, തശാബഹ ശബിഹ എന്ന ഫിഅലിൽ നിന്നുണ്ടാകുന്ന യശ്ബഹു എന്ന ഫിഅലിൽ നിന്നുണ്ടാകുന്ന അതിന്റെ ഏത് വസനാണ്? തശാബഹ എന്ന് പറയുമ്പോൾ തഫാഅല വസനിലാണ് തശാബഹ. അപ്പോ തഫാഅല ആ വസനാണ്. ഈ തഫാഅല തആവന, അപ്പോ അത് പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ്. ഇവിടെ തശാബഹ എന്ന് പറയുമ്പോൾ സദൃശ്യമാവുക, പരസ്പരം സദൃശ്യമാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും സദൃശ്യമാവുക. ആ അർത്ഥത്തിലാണ് തഫാഅല വസൻ പൊതുവിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോ ഇന്നൽ ബഖറ തശാബഹ, അത് പരസ്പരം സദൃശ്യമായിരിക്കുന്നു. ഫിഅല് മാദിയാണ്. ഫിഅല് മാദി മബ്നിയുൻ അലൽ ഫത്ഹാണ്. മനസ്സിലായല്ലോ? തശാബഹ മബ്നിയുൻ അലൽ ഫത്ഹ്. അവിടെ അതിലെ ഫാഇല് ളമീർ മുസ്തതിറാണ്. തഖ്ദീറുഹു ഹുവ, അല്ലേ? തഖ്ദീറുഹു ഹുവ, ഹുവ തഖ്ദീറ അവൻ, അല്ലെങ്കിൽ അർത്ഥത്തിലാണ്. അവിടെ ഇത് പുല്ലിംഗ രൂപത്തിലാണ് ഉപയോഗിച്ചത് എന്നതുകൊണ്ട് തന്നെ ഇന്നൽ ബഖറത്ത തശാബഹത്ത് എന്ന് പറയുന്നതിന് പകരം ഇന്നൽ ബഖറ തശാബഹ ഹുവയാണ് അവിടെ വരുന്നത്. നേരത്തെ ബഖറത്ത് പറഞ്ഞപ്പോഴൊക്കെ ഹിയയാണ് അതിന്റെ ഫിഅലിൽ നിന്ന് വന്നിരുന്നത്, അതിനു മുമ്പുള്ള ഫിഅലുകളിൽ നിന്ന്. ഉദാഹരണത്തിന് ഖാല ദുഅ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹ ഖാല ഇന്നഹു തസുറുൻ നാദിരീൻ, അല്ലെ? തസുറുൻ നാദിരീൻ. അവിടെയൊക്കെ ഫിഅല് എങ്ങനെയാണ്? തഅനീസിന്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോ പിന്നെ قال ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا. تشابه എന്ന് പറഞ്ഞാൽ
പരസ്പരം സദൃശ്യമായി എന്നർത്ഥം. അപ്പൊ ഈ ജുംല തശാബഹ എന്ന ഈ ജുംലയെ സംബന്ധിച്ചിടത്തോളം അതെന്താകുന്നു? ഇന്നൽ ബഖറ തശാബഹ, അത് ഇന്നയുടെ ഖബറിന്റെ സ്ഥാനത്ത് വരുന്നു, അത് റഫ്ഇന്റെ സ്ഥാനത്ത് വരുന്നു എന്നർത്ഥം. തശാബഹ വൽ ജുംലത്തു ഫി മഹല്ല് റഫ്ഇ ഖബർ ഇന്ന, അല്ലേ? ഖബർ ഇന്നയുടെ ഖബറിന്റെ സ്ഥാനത്ത് വരുന്നു എന്നുള്ളത്. അലൈന ഞങ്ങളുടെ മേൽ, അലൈന ഞങ്ങളുടെ മേൽ, അല എന്നത് ഹർഫ് ജർ, അലൈന ഞങ്ങളുടെ മേൽ എന്നർത്ഥം. അതായത് അവിടെ നാ എന്നത് ളമീർ മബ്നിയൻ അല സുകൂനി ഫി മഹല്ല് ജർ, അല്ലേ? ളമീർ മബ്നിയൻ അല സുകൂനി ഫി മഹല്ല് ജർ. മനസ്സിലായോ? നേർക്ക് നേരെ ജറിന്റെ അടയാളമായ കസറിനെ കാണാൻ സാധിക്കുകയില്ല ളമീറുകൾ മബ്നിയായതുകൊണ്ട്. നമ്മള് വാവ് അത്ഫിന്റെ വാവാണ്. ഇന്ന വീണ്ടും ഹർഫ് തൗക്കീദ് വ നസ്ബ്, പിന്നെ അതിനുശേഷം വരുന്ന ഇന്ന നാ, അതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നാ എന്ന ളമീർ നമ്മൾ പറയുന്നത് ഇന്ന തീർച്ചയായും ഞങ്ങൾ എന്നർത്ഥം. ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, ഇന്ന തീർച്ചയായും ഞങ്ങൾ. അപ്പോൾ ഇവിടെ ഇന്ന എന്നത് ഹർഫ് തൗക്കീദ് വ നസ്ബാണ്. നാ എന്നത് വമീർ, അതെ, വമീർ മുത്തസിൽ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബ് ഇസ്മു ഇന്ന, അല്ലേ? പിന്നീട് ഇസ്മായിട്ടാണ് അവിടെ നാ എന്ന് വരുന്നത്. ഇൻഷാ അല്ലാഹു, ഇൻ എന്നത് എന്താ പറയാ? ഹർഫ് ഷർത്താണ്, അല്ലേ? ഹർഫ് ഷർത്ത്, അത് ജാസിം കൂടിയാണ്. ഹർഫ് ഷർത്ത് ജാസിം, ജവാസിമിൽ പെട്ടതാണ്. അപ്പോ ഇൻഷാ അല്ലാഹു, ഇൻഷാ അല്ലാഹു ഹർഫ് ഷർത്ത് ജാസിം. ഷാഅ ഫിഅൽ മാളി മബ്നി, അല്ലേ? ഫിഅൽ മാളി മബ്നിൻ അലൽ ഫത്ഹ് ഫി മഹല്ല് എന്തായിരിക്കും? ഫി മഹല്ല് ജസ്ം, ഫി മഹല്ല് ജസ്ം. ഇവിടെ ഇൻഷാ അല്ലാഹു, ഷാഅ എന്ന ഫിഅല് എന്താണ്? യശാഉ എന്ന ഫിഅൽ എന്താണ്? ഫിഅല് മാളി ഫിഅല് മാളി മുഅ്തല്ലാണ്.
ആ അജ്വഫാണ് അല്ലേ? ഫിഅൽ മാദി മുഅ്തൽ അജ്വഫ്. അപ്പോ ഇൻഷാ ഇവിടെ ഇന്നിന് ശേഷം വന്നതുകൊണ്ട് അത് മജ്സൂമാണ്, ജസ്മിന്റെ സ്ഥാനത്താണ്. ഇൻഷാ അല്ലാഹു, ഇൻഷാ അല്ലാഹു, അല്ലാഹു എന്നത് അല്ലാഹു ലഫ്ദുൽ ജലാല മർഫൂ', ഫാഇൽ മർഫൂ'. ലമുഹ്തദൂൻ, ലമുഹ്തദൂൻ. അവിടെ ലാമ് ഹർഫ് എന്താണ്? തൗക്കീദാണ്. ലമുഹ്തദൂൻ. ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ഇവിടെ ഇഹ്തദാ, ഇഹ്തദാ, യഹ്തദി, ഇഹ്തദാ യഹ്തദി, ഇഹ്തദാ യഹ്തദി, അത് മുഹ്തദി. ഇഹ്തദാ യഹ്തദി അതിന്റെ ഇസ്മു ഫാഇൽ മുഹ്തദിൻ. അതിന്റെ ബഹുവചനമാണ് മുഹ്തദൂൻ. ബഹുവചനമാണ് മുഹ്തദൂൻ എന്ന് പറയുന്നത്. അത് ജമ്മ മുദക്കർ സാലിമാണ്. അപ്പോൾ ലമുഹ്തദൂൻ ഖബർ ഇന്ന. ലമുഹ്തദൂൻ എന്നത് അവിടുത്തെ ഇന്നാ ഇൻഷാ അല്ലാഹു, ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ഖബർ ഇന്ന മർഫൂആണ്. അതെ, ഖബർ ഇന്ന മർഫൂആണ്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ലാമ് മുസഹ്ലഖയാണ്. ഇൻഷാ അല്ലാഹ് അത് നമ്മളിവിടെ നേരത്തെ വിശദീകരിക്കാത്തത് കൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. അതെ, ലാമു അൽ മുസഹ്ലഖ ലിതൗകീദ് എന്നാണ് പറയാ. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിച്ചതിന് ശേഷം പിന്നീട് മുസഹ്ലഖിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സമയം വൈകിയത് കൊണ്ട് അല്പം താമസിച്ചാണ് ക്ലാസ് തുടങ്ങാൻ സാധിച്ചത്. ഈ ആയത്ത് അതിൻ്റെ അർത്ഥം ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഇന്നൽ ബഖറ തശാബഹ അലൈന. താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം, അത് ഏത് തരം പശുവായിരിക്കുമെന്ന് അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ.
ഇന്നൽ ബഖറ തശാബഹ അലൈന, നിശ്ചയമായും പരസ്പര സാദൃശ്യത നിമിത്തം പശു ഏതെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാതായിരിക്കുന്നു. വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, ഞങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെ ആയിരിക്കും. ഇത് അടുത്ത ആയത്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അതിനുശേഷം അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠനം ഉപകാരപ്രദമായ ധാരാളം അറിവുകൾ നമുക്ക് പകർന്നു തരുന്ന രൂപത്തിലാക്കി തരികയും അതിലൂടെ ധാരാളം നന്മകൾ നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യുമാറാവട്ടെ. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടും വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്ന എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവൻ്റെ കലാമ് ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യുകയും മനസ്സിലാക്കുകയും അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് ഈ അമലൊരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.